ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ എപ്പിസോഡ്. നഖുഷ എന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ കേട്ടിരിക്കാൻ സാധ്യത കുറവായിരിക്കും. പക്ഷേ ഈ പേരിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, മഹാരാഷ്ട്രയിൽ സത്താറ ജില്ലയിലാണ് ഒരു ഗ്രാമത്തിലുള്ള എല്ലാ പെൺകുട്ടികളുടെ പേരും നഖുഷ എന്നാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കും അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്, വളരെ നല്ല പേരായതുകൊണ്ടായിരിക്കും എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഇട്ടത്. എല്ലാ പെൺകുട്ടികൾക്കും, ആ ഗ്രാമത്തിലുള്ള എല്ലാ പെൺകുട്ടികളുടെ പേരും നഖുഷ എന്നായിരിക്കും. എന്താണ് അതിൻ്റെ കാരണം എന്തെന്നറിയുമോ? അതായത് അവിടെ ഒരു വിശ്വാസമുണ്ട്. അതായത് ഒരു വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നഖുഷ എന്ന പേരിട്ട് കഴിഞ്ഞാൽ അടുത്ത കുട്ടി ആണായിരിക്കും അവർക്ക് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പേരാണ് ഒരു പെൺകുട്ടി ജനിച്ചാൽ ഉടനെ തന്നെ അതിന് നഖുഷ എന്ന് പേരിടുന്നത്. അങ്ങനെയാണ് ആ ഗ്രാമത്തിൽ മിക്കവാറും പെൺകുട്ടികൾക്ക് മുഴുവൻ നഖുഷ എന്നുള്ള പേരായിരിക്കും. ഈ നഖുഷ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുക അറിയുമോ? അത് കേൾക്കുമ്പോഴാണ് നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്നത്. നഖുഷ എന്ന പേരിൻ്റെ മറാഠി അർത്ഥം അൺവാണ്ടഡ്, വേണ്ടാത്ത സാധനം എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ പെൺകുട്ടികൾക്കും വേണ്ടാത്തതാണ് എന്നുള്ള പേര് വെച്ച് കഴിഞ്ഞാലുള്ള സ്ഥിതി, ആ കുട്ടികളുടെ മനോനില എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനെപ്പറ്റി നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ആ കുട്ടി എപ്പോഴും കേൾക്കുന്നത് ആ അച്ഛനമ്മയും വിളിക്കുമ്പോഴോ സ്കൂളിൽ പോയാലോ റെക്കോർഡിലോ എല്ലാത്തിലും വേണ്ടാത്തവൾ എന്നുള്ളതാണ് അവൾ ചെറുപ്പകാലം മുതലേ കേൾക്കുന്നത്. ഇപ്പോൾ അത് ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് ഇടപെട്ടി അടുത്ത കാലത്ത് സർക്കാരിൻ്റെ വക ഒരു മീറ്റിംഗ് നടത്തി, ഒരു പരിപാടി നടത്തി. അതിൻ്റെ അകത്ത് 200 കുട്ടികളുടെ പേര് മാറ്റി, നഖുഷ എന്നുള്ള പേര് മാറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട പേരിട്ട് കൊടുത്തു. എന്നിട്ടും അതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു വ്യത്യാസം ഇപ്പോൾ വരുന്നുണ്ട്. ഈ നഖുഷ എന്നുള്ള പേരുള്ള കുട്ടികളുടെ അവരുടെ കാര്യം ഓർത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. എപ്പോഴും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇവർ വേണ്ടാതെ അൺവാണ്ടഡ് ഫെലോ എന്നുള്ള ആ ഒരു ചിന്താഗതി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായത്. ഇതിനെപ്പറ്റി വായിച്ചപ്പോഴാണ് തമിഴ്നാട്ടിലെ ഒരു സംഭവം ഞാൻ കേട്ടത്. അതായത് തമിഴ്നാട്ടിലെ ഒരു ദമ്പതികൾക്ക് തുടർച്ചയായി 3-4 പെൺകുട്ടികളുണ്ടായി. അപ്പോൾ 4ാമത്തെ കുട്ടിക്ക് അവരൊരു പേര് വിളിച്ചു. എന്താണെന്നറിയോ? മതി. ഈ കുട്ടിക്കിട്ട പേരാണ് മതി. ഈ കുട്ടി ഈ പേരും കൊണ്ട് എന്തുമാത്രം വിഷമിച്ചിരുന്നത് നിങ്ങൾക്കറിയാമോ? സ്കൂളിൽ പോയി ചോദിച്ചാലും ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോയാലോ എന്താ പേരും ചോദിച്ചാൽ മതി. ഈ കുട്ടി ആകെ വിഷമിച്ചു. പക്ഷേ അവളൊരു വാശിയോടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. അവൾ നല്ല നിലയിൽ പഠിച്ചു, സിവിൽ സർവീസ് എക്സാം എഴുതി, ഇപ്പോൾ IAS കിട്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ചെറുപ്പകാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഇതേപോലത്തെ പ്രശ്നങ്ങളാണ്. അപ്പോഴാണ് വേറൊരു കാര്യം, അതും തമിഴ്നാട്ടിൽ തന്നെ സംഭവിച്ചതാണ്. ഒരു LP സ്കൂൾ കുട്ടി എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ ആ ക്ലാസ്സിലെ ഒരു ടീച്ചർ ആ കുട്ടിക്ക് ഒരു ശിക്ഷ കൊടുത്തു. ആ കുട്ടിയോട് പറഞ്ഞു, യു ആർ വേസ്റ്റ്, യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ആ ക്ലാസ്സിലുണ്ടായിരുന്ന വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൽ കയറി നിൽക്കാൻ പറഞ്ഞു. യു ആർ എ വേസ്റ്റ്. ആ കുട്ടി അവിടെ പോയി ആ പീരീഡ് കഴിയുന്നത് വരെ വേസ്റ്റ് ബാസ്ക്കറ്റിലിരുന്നു. ആ കുട്ടിയുടെ മാനസിക സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടി പക്ഷേ വിഷമിച്ചില്ല, കരഞ്ഞില്ല. അവൾ വാശിയോടെ നിന്നു. അവൾ എന്ത് ചെയ്തു? അന്ന് മുതൽ വളരെ നന്നായി പഠിച്ച് ഇതുപോലെ തന്നെ IAS കിട്ടി, അവിടുത്തെ കളക്ടറായിട്ട് വന്നു. അതേ സ്കൂളിൽ എന്തോ ഒരു ഫങ്ഷനിൽ VIP ആയിട്ട് വന്നിട്ട് ആ കുട്ടി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നത്തെ സ്ഥിതി എത്താൻ കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ്
ഈ സ്കൂളാണ്. അതുമാത്രമല്ല, ഈ കാണുന്ന വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റാണെന്ന് പറഞ്ഞു. ആർക്കും മനസ്സിലായില്ല. പക്ഷേ ആ സ്ത്രീ അതിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ്, കഥയല്ല, ആ സംഭവം പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സംഗതികളുടെ സീരിയസ്നെസ് മനസ്സിലായത്. അതുപോലെ ഈ കുട്ടികൾ വേണ്ടാതാണെന്നുള്ള ചിന്താഗതി ചെറുപ്പം മുതലേ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനുവേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് വന്നുള്ള പേര് ഇനി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓർഡർ ഇല്ലെങ്കിലും ഗവൺമെൻറ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സോഷ്യൽ സർവീസെല്ലാം അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഏതായാലും ആ സിസ്റ്റം മാറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.